ഞാൻ ഒരു ദിവസം ഒറ്റയാണ് കേട്ടോ, ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പോൾ ഞാൻ ഒന്ന് ബാത്റൂമിലൊക്കെ എന്ന് വെച്ച് ഞാൻ ചുമ്മാ ആ മുറിയാണ് കിടക്കുന്നത്. നോക്കിയോ, ഈ റോഡ് നിറച്ച് പോലീസ്. എടാ ഇതിന് മാത്രം പോലീസ് തന്നെ ഇടപെടാം ഞാൻ വിചാരിച്ചു. അന്ന് ഈ SDP എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കിടക്കുക. അപ്പം ഞാൻ പറയാം എങ്ങനെ കൊല്ലാൻ വല്ലതും അതിന് എന്നെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം വന്നിമാരെല്ലാം കൂടെ കിടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവരവിടെ കിടക്കണമെന്ന് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങി കിടക്കും കുണുകുണുന്ന് ബെല്ലടിക്കുന്നു. ചേടാ ഇതെന്താണെങ്കിലും ഞാൻ നടവാക്ക് വന്ന് നോക്കിയപ്പം പോലീസ് ഓഫീസർമാരും റോഡിൽ നിന്ന് പോലീസുകാരും പോലും പേറ്റയ്ക്ക് ചുറ്റും നിൽപ്പുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞത് എന്നാ വിശേഷം, നിങ്ങൾ രാത്രി 2 മണി 3 മണി ഇവിടെ നിൽപ്പുണ്ടല്ലോ റോഡിൽ, അന്നേരം ഇങ്ങോട്ട് കയറുക. എന്നാ വിശേഷം, എന്നെ അറസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ നിങ്ങളെ രാത്രി ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തിനാ ഇത്ര നേരം, എന്നാ പ്രശ്നം, കൊലക്കേസ് പ്രതിയല്ലോ ആണോ, എന്നാ കുഴപ്പം നിങ്ങൾ പറഞ്ഞു. അതല്ല കുഴപ്പം, എനിക്ക് ചിരി വന്ന് ഞാൻ തിരുവിതാംകൂർ അവിടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പം അത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എതിരായിരുന്നു. പോരെ, ഞാൻ ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് എതിരായിട്ട് പ്രസംഗിക്കുന്നത് എനിക്കെന്നെ ഒരു കാര്യമില്ലാതെ ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യും, പോയേക്കാം, ഞാൻ ഷർട്ട് ഇടുന്നില്ല, ഈ വേഷത്തെ ആയിക്കോട്ടെ, ബനിയനും കയ്യിലും കൊണ്ടാണ് പോയേക്കാമെന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കുളിച്ചിട്ടൊക്കെ പോകാം. എന്നാൽ വളരെ സന്തോഷം. ഞാൻ കയറി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി വന്ന് വണ്ടി കയറി. ഞാൻ നിങ്ങൾ പോലീസുകാർ വേണ്ട ഒരു നിയമവിരുദ്ധം അടിയേണ്ട, ഒരു പോലീസുകാർ അത് കയറാൻ പറഞ്ഞു. ഒരു സബ് ഇൻസ്പെക്ടർ കയറി. സിറ്റി കമ്മീഷണർ വന്നിരിക്കുക, അസിസ്റ്റന്റ് കമ്മീഷണർ ഇവിടെ വന്നിരിക്കുക തിരുവനന്തപുരത്ത്. ഞാൻ അയാളോട് നിങ്ങൾ എൻ്റെ കഴപ്പായിരുന്നു ചോദിച്ചു. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരികയല്ലേ, എന്നെ അറസ്റ്റ് ചെയ്യാമല്ലോ, പിന്നെ ഇന്ന് എത്ര ലക്ഷം രൂപ പോയെന്ന് ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ചിലവെന്ന് നിങ്ങൾ എഴുതിയില്ല, ചില പൂക്കൃത്തിലുള്ളത്. ഞാൻ ഫോണിൽ വിളിച്ച് അങ്ങോട്ട് വരുമല്ലോ തിരുവനന്തപുരത്ത്, അറസ്റ്റ് ചെയ്തോണം, പ്രശ്നം തീർന്നില്ലേ. ഞാൻ ഓടി വിളിക്കുന്നവനല്ലല്ലോ. നിങ്ങൾ അടുത്ത തവണ വിളിക്കാൻ ഇനി വരെ ഇതുകൊണ്ട് നിൽക്കാലെന്ന് എനിക്ക് നിങ്ങൾ പിടുത്തം കിട്ടുകയില്ല, ഞാൻ വെല്ലു വിളിച്ചിരിക്കുന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞ് പോയി അവിടെ കൊണ്ടുപോയി രാത്രി 7 മണിയായപ്പോൾ കൊണ്ടുപോയി ഹാജരാക്കുക. സത്യത്തിൽ രാത്രി കൊണ്ട് ഹാജരാക്കി റിമൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പം ഒരു മൈസൂരായിട്ട് മോളിൽ നിൽക്കുക. എനിക്ക് മൈസൂരായിട്ടാണെന്ന് മനസ്സിലായില്ല, 3-ാം നിലയിലാണ് കോട്ടയം സാർ. താഴേന്ന് ഞാനിങ്ങനെ വളഞ്ഞ് മടുത്ത ഇത്ര ദിവസമായി ഇങ്ങനെ കൊണ്ടുനടക്കല്ലേ കയറി. അപ്പം ഞാൻ മുകളിലോട്ട് നോക്കിയാൽ ഈ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു നല്ല മിടുക്കിയാണ്, SFI. ലോ കോളേജിലോ മറ്റോ കൗൺസിലറായിട്ട് ജയിച്ച പെണ്ണാണ്. അപ്പോൾ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഞാൻ, അതാണ് SFI. അപ്പോൾ മിക്കവാറും മൈസേട്ടിൻ്റെ പെമ്പളയാണല്ലോ, ദീപം തമ്പുരാൻ ഇവിടെ അടുത്താണോ. മൈസേട്ടിൻ്റെ പെമ്പളയാന്ന് എൻ്റെ മനസ്സിലായി. ആ കയറി ചെന്നപ്പോൾ അവൾ എന്നെ അറിയാമല്ലോ, സാറിന് എന്നാ ഉണ്ട് വിശേഷം. ഞാൻ മഴ ഒരു വിശേഷമില്ല, ഇങ്ങനെ ഇമ്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വന്നത്. അവളും കൂടെ തിന്നു, താൻ എന്തിനാണ് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നതിന് ഭയങ്കര ഷൗട്ട് ചെയ്ത് ഇവിടെ. സാർ വേഗം വീട്ടിൽ ചെല്ല്, ഉഷേച്ചേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇവിടെ മൈസേട്ടൻ നേരെ എനിക്ക് മനസ്സിലായി, ഞാൻ മൈസേട്ടൻ്റെ ഭാര്യയാന്ന്. നമ്മളെ പൊക്കോളാന്ന് പറയും. ജാമ്യക്കാരുണ്ടോ, ഞാൻ 2 ജാമ്യക്കാരുണ്ടെന്ന്. അവരെ ഒന്ന് സാർ വേഗം പോകാൻ പറഞ്ഞു. എന്നെ അന്നേരം ഇറക്കി വിട്ടു. ഞാൻ നേരെ വീട്ടോട്ടും പോയി. ഇതാ പിണറായി പോയിട്ട് ഒരു ഗുണം. ആ മൈസേട്ടിൻ്റെ ഭർത്താവ് ആലോചിക്കണം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ ചുമ്മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇത് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ CPMൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഈ മൈസൂരിൻ്റെ ഭർത്താവാണ്. മനസ്സിലായി, അത്ര കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. പക്ഷേ നിയമത്തിനൊഴുക്കി അവർക്ക് നോക്കുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മാന്യത. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്നെ പിടിക്കാൻ വന്നു. അപ്പോൾ എനിക്കൊരു വാശി. ഞാൻ കമ്മീഷണർ പറഞ്ഞു, ഫോണിലാണ്, നിങ്ങൾ പിടിക്കാമെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇപ്പം പെരയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ ചുറ്റും നിൽക്കുക. അപ്പോൾ എൻ്റെ കസിൻ ഇങ്ങോട്ട് ഇവിടെ വന്നേ, ഞാനിതെല്ലാം വർത്താനം പറഞ്ഞ് വെച്ച് പതുക്കെ അയാളെ വന്നു വെച്ച് ഇതിലൂടെ വന്ന് വേറെ കാറിനകത്ത് വിട്ടോടാന്ന് പറഞ്ഞു. ആ പോലീസ് ഓഫീസർമാർ നിൽക്കുന്ന ഇടയിൽ കൂടെ കിട്ടും കാറ്. ഞാനാ കാരണമാണ് നിമാർക്ക് മനസ്സിലായില്ല. എൻ്റെ വഴിക്കങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തപ്പും തുടങ്ങി പാവങ്ങൾ. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു കമ്മീഷണറെ, നിങ്ങളിനി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഹാജരാകുക, അങ്ങോട്ട് വരാം. നിങ്ങൾ 1 മാസം ഞാൻ വിളിക്കും, നിങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല. ഇത് മനഃപൂർവ്വം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ മാറിയതാണ്, ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഒരു തവണ ഇവിടെ പിന്നെ പോയി ചാടിയിട്ട് അവർ കണ്ടില്ല. ചമ്മനൂരത്ത് വെച്ച് അവിടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് പോയി. അന്നും അതായത് നമ്മുടെ പോലീസ്
മിടുക്കന്മാരാകട്ടെ, കഴിവുള്ള പോലീസാണ്, അതൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരാൾ ഒളിക്കണമെന്ന് ഒളിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും പിടിച്ചുകൊണ്ട് പോയി. മൂന്നാമത്തെ പിടിച്ചുകൊണ്ട് പോയി എൻ്റെ പൊന്നുമാനെ എനിക്ക് സഹിക്കുകയില്ല. എന്നെ ഇവിടുന്ന് നമ്മുടെ സിറ്റി കമ്മീഷൻ വിളിച്ചു, തിരുവനന്തപുരത്ത്. ഫോണിൽ വിളിച്ചാൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ ഞാൻ ഇവിടെയാണ്. രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം ഗസ്റ്റ് ഹൗസിൽ. ഞാൻ വന്നേക്കാം, ഞാൻ നാളെ രാവിലെ പോന്നാൽ മതി, 10 കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, രാവിലെ പോന്നാൽ മതി. ഞാൻ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ടു. കൃത്യം 10 ആയപ്പം അവിടെ ചെന്നു. ഗസ്റ്റ് ഹൗസ് ചെന്നപ്പോൾ ഒരു 10 പോലീസുകാരും ഓഫീസർമാരും എല്ലാം നിൽപ്പുണ്ട്. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നു. കുറേ ചോദ്യങ്ങൾ തോന്നി, ആയിക്കോട്ടെ തോന്നി. 100 ചില്ലുവാനും ചോദ്യം ചോദിച്ചു. 100 ചില്ലുവാനും? 100ഓളം ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞപ്പോൾ കമ്മീഷണർ പറഞ്ഞു, ഇങ്ങനെ അവരെ സീനിയേഴ്സ് എല്ലാം കാണുന്നു, എന്നെ കുറ്റം കാണുന്നത്, എന്നെ പിടിച്ചുകൊണ്ട് വന്നു, എന്നെ വിളിച്ചേ, എന്തിനു വിളിച്ചു എന്നായി കമ്മീഷണർ. കാരണം ഒരു കുറ്റമല്ല ചോദിച്ചപ്പോൾ മനസ്സിലായി അവർക്ക്. അവർ തിരിച്ചും മറിച്ച് എല്ലാം സത്യസന്ധമായിട്ട് ഉത്തരം പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത്. എന്നാൽ പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഏക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ നമ്മുടെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും ഒരു 10-20 പോലീസുകാരുണ്ട്. അവിടെ വീണ്ടും ഞാൻ ഇനി എന്നാ കുഴപ്പം, കേസുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കേസുണ്ടോ? അപ്പോൾ കമ്മീഷൻ എന്നാണോ കേസ്? അങ്ങനെ ആ പാവം വന്ന്, സാർ ഇന്നലെ ഇങ്ങനെ സരിത എന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ട് ആ സ്ത്രീ മൊഴി തന്നിട്ടുണ്ട്. അങ്ങനെ എപ്പം ബലാത്സംഗം? ഇന്നലെ രാത്രി. എവിടെ വെച്ച്? അവിടെ എങ്ങനെ ഗസ്റ്റ് ഹൗസ്? കമ്പ്യൂട്ടർ ഒറ്റ ചിരി. ഇടോ 200 മീറ്റർ നീളത്തിലിരുന്നുകൊണ്ട് ബലാത്സംഗം ചെയ്യാൻ അത് PCOയുടെ കഴിയുള്ളൂ, മതിയോ? കമ്മീഷണർ പറഞ്ഞതാണ്. ഞാനിവിടെ നിങ്ങൾക്കറിയാം, രാത്രി പുള്ളി ഞാൻ വായനയ്ക്കാനോട് ഞാൻ സംസാരിച്ചല്ലേ, ഈരാറ്റുവട്ടം വിളിച്ച് നാളെ രാവിലെ വരുമ്പോൾ രാവിലെ ഞാൻ പോയത്, പുള്ളിക്കറിയാം ഞാൻ രാവിലെ ഇവിടുന്ന് പോയെന്ന്. അപ്പോഴവിടെ കേസെടുത്ത് രാത്രി അവിടെ ബലാത്സംഗം ചെന്ന് ഗസ്റ്റ് ഹൗസിൽ. എന്നാ മറുപടി പറയുന്നു? ഞാൻ അറസ്റ്റല്ലേ, പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു പോയി. അവിടെ പോയി പോലീസുകാർക്ക് വളരെ മാന്യമായിട്ട് ഒരു വൃത്തിയോടെ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അതിശക്തമായ ഒരു മൈസൈറ്റ് മുന്നോട്ടുള്ള കായലാക്കുന്നു. അപ്പം എൻ്റെ വക്കീലുണ്ട്, ശാസ്തമംഗലം എന്ന് പറയുന്ന BJPയുടെ വക്കീലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, ഇത് കമ്മിറ്റ് ചെയ്ത് പോവുള്ളൂ, ജാമ്യം തരികയാണ്. ഈ 354 ഉണ്ട്, താനും ജാമ്യം കിട്ടുകയില്ല, ഹൈക്കോടതി മേടിക്കേണ്ടി വരും, നമുക്ക് നോക്കാം. എന്നിട്ട് മിണ്ടാൻ പോലും ഇവർ സമ്മതിക്കല്ല മൈസൈറ്റെന്ന് പറഞ്ഞു. ഒരു 100 ചില്ലുവാനും പത്രക്കാർ ഓടിക്കൂടി. അവരും പറയാം, ഞാൻ നിരവധി നമുക്കെല്ലാം അറിയാം, അവരിങ്ങനെ നിൽക്കുക. മൈസൈറ്റ് കോടതി ആരാക്കാൻ പറഞ്ഞു, അവർ വീട്ടിൽ ആരാക്കണമെന്ന് തോന്നുന്നു. അവർ 7 മണിയായപ്പോൾ മൈസൈറ്റ് ബെഞ്ചാൻ വന്നു, കയറി വന്നു. എന്ന് വെച്ചാൽ യെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്. റിമാൻഡ് ചെയ്തേ ഉടനെ റിമാൻഡ്, ഐ എം സോറി, ഈ ഞാൻ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണം ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായോ, എന്താണ് നിങ്ങൾ വല്ലതും പറയാനുണ്ടോ? ഞാൻ കോടതിയോട് വളരെ വിനയത്തോട് ഞാൻ പറഞ്ഞു, പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരള പോലീസ് വളരെ മാന്യമായിട്ട് അതിനോട് പെരുമാറി, എനിക്കൊരു സങ്കടവുമില്ല. ഓ യെസ്. പിന്നെ അവർ ഞാൻ ഒരു സങ്കടം പറയാൻ അനുവദിക്കുമെന്ന് ചോദിച്ചേ, അവർക്കത് ഫീൽ ചെയ്തു. യെസ്, എന്താണ്? ഞാൻ നിരപരാധിയാണ്, ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് പണ്ട്, ഇപ്പോൾ എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് ഈരാറ്റുപട്ടം നിന്ന് വന്നത്. ഈ സിറ്റി കമ്മീഷനോട് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പറയും, അങ്ങനെ വിളിച്ചിട്ട് ഞാനിവിടെ വന്നതാണ്. ഇന്നലെ ഞാൻ എങ്ങനെ തിരുവനന്തപുരത്ത് ബലാത്സംഗം ചെയ്തു? സങ്കടമുണ്ട്, എന്നെ ഇങ്ങനെ അപമാനിക്കും, ഞാൻ മടുത്തു. എനിക്ക് ബഹുമായിട്ട് കോടതി എന്നെ പറഞ്ഞയക്കണം. കോടതി എപ്പോൾ പറയും, പാതിരായ്ക്ക് ഏത് സമയത്ത് എവിടെ വേണേ വന്നോളാം, എന്നോട് ദയ കാണിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവരിങ്ങനെ എൻ്റെ നേരെ നോക്കി വെച്ചു, അവരുടെ മുഖം മാറി. അപ്പോഴേക്കും നമ്മുടെ ശാസ്തമംഗലം അഡ്വക്കേറ്റ് ഒരു 1/2 മണിക്കൂർ വിശദീകരിച്ചു കൊടുത്തു. വെയിറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞ് അവർ പിന്നെ കയറി വന്നു. ബെയിൽ അനുവദിച്ചിരിക്കുന്നു. കാരണം നിയമമനുസരിച്ച് അവർക്ക് ബെയിൽ കൊടുക്കത്തില്ല, സെഷൻ കേസല്ലേ. അവരെ ഞാൻ അന്വേഷിച്ചപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുള്ള അവരുടെ ജഡ്ജിമാരോട്, സീനിയർ ജഡ്ജസിനെ, അവരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് അവരെനിക്ക് ജാമ്യം തന്നത്. അങ്ങനെ നീതിബോധമുള്ള ദൈവാനുഗ്രഹം എന്നെ പിണറായി പിടിച്ചുകൊണ്ട് എല്ലാ ജഡ്ജും മജിസ്ട്രേട്ടന്മാരും ദൈവത്തിന് വനിതകളായിരുന്നു, എല്ലാം ഹൃദയശുദ്ധിയുള്ളവരുമായിരുന്നു. ഒന്ന് ആലോചിച്ച്,
ഞാൻ വേറെ രസം എന്തെന്നറിയാം, ഈ ജാമ്യത്തിൽ നിന്ന് മജിസ്ട്രേറ്റിനെ പറ്റി ഞടുക്കുവാ വക്കീലന്മാർക്ക് പോലും. ആരും മിണ്ടാൻ സമ്മതിക്കില്ല, അവർ പോടാന്ന് പറയുന്ന സ്ത്രീയാണ്. പക്ഷേ നമുക്ക് ജാമ്യം തന്നു. അവർക്ക് മനസ്സിലായി നിരപരാധിയെന്ന്. അതാ നീതിബോധം അവർക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു വക്കീലായാലും വക്കീലന്മാർ തോണ പറയേണ്ടി വരുമായിരിക്കും, ഒരു മജിസ്ട്രേറ്റ് ആയാലും അല്ലെങ്കിൽ ഒരു ജഡ്ജി ആയാലും ഇന്ത്യൻ ജുഡീഷ്യയുടെ മഹത്വം പറയുന്നത് എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. ഹൈക്കോടതിയിൽ പല കേസ് വന്നിട്ടുണ്ട്. ഒരു തവണ ഒരു കേസിന് ഈ പറഞ്ഞ അടുത്ത കേസാണ്, ഞാൻ തന്നെ ഹൈക്കോടതി നേരിട്ട് ചെന്ന് കായരായി ചിന്നോട്ടെ കയറിച്ചു. അപ്പം 3 വയസ്സേട്ടന്മാരിരിക്കുക, അല്ല 3 ജഡ്ജസ്, 3 ജഡ്ജസാണ്. അപ്പോൾ ഒരു ജഡ്ജി നമ്മുടെ MM ലോറൻസിൻ്റെ മകനോ ചേട്ടൻ്റെ മകനോ ഒക്കെ. പുള്ളിക്ക് എന്നെ മനസ്സിലായി, അവരും അങ്ങോട്ടും കൂടി സംസാരിക്കാൻ കണ്ടു. കേസ് തുടങ്ങിയപ്പോഴത്തേക്കിന് ഇവിടെ എരുമയിലൊരു ഒരു ഒരു വില്ലേജ് ഓഫീസ് തർക്കമാണ്. ഞാൻ അതിന് ചെന്നിരിക്കുക. MLA എന്നതിന് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, പിന്നെ വക്കീലിനെയും കൊണ്ടാകുന്നത്. നമ്മുടെ വക്കീൽ ഏറ്റപ്പോഴത്തേനും ജഡ്ജി നോ മിസ്റ്റർ ജോർജ് എന്നെ വിളിച്ചോളൂ. ഞാൻ ബെഞ്ചിൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നാ ഇത് സത്യം, ഞാൻ വാസ്തവ സത്യം പറഞ്ഞു. അന്നേരം ഈയൊരു കേസ് കൊണ്ടുവന്ന് ചുമ്മാ വക്കീലെന്ന് പറഞ്ഞു. അത് ആ രണ്ടാക്കിയിരിക്കുന്നു, ഈയൊരു കേസ് കൊണ്ടുവന്ന് വരുന്നേക്കില്ലെന്ന്. അത് ഒരു MLA പറയുന്നതിനൊക്കെ ശരിയുണ്ടെന്ന് ഓർഡർ കിട്ടുന്നതായിരുന്നു. എല്ലാം എനിക്ക് ജുഡീഷ്യൽ നീതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്.